സംഗീതം, പാട്ടുകൾ. ചില പാട്ടുകൾ അങ്ങനെയാണ്, കേൾക്കുന്നത് ചെവിയിലാണെങ്കിലും എരിയുന്നത് ഇടനെഞ്ചിലെ ഹൃദയമാണ്. ഇന്ന് പാട്ടുവിശേഷങ്ങളായിട്ട് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട വിജിലച്ചനാണ്. പ്രിയപ്പെട്ട വിജിലച്ച, ഷാലോം ടി വിയുടെ ഈ ഒരു ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വിപിനച്ച. ഈശോമിശിഹായ്ക്ക് സുഖായിരിക്കുന്ന വിളിച്ച. സുഖമായിരിക്കുന്നു വിപിനച്ച. ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ നോബർട്ടൈൻ സഭാംഗമാണ്. മാനന്തവാടിയിലെ ഞങ്ങളുടെ മൈൻഡ് സെമിനാരി റെക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ കുറേ വിശേഷം കേൾക്കട്ടെ. ഇതൊരു വലിയ കുഞ്ഞു മനുഷ്യനാട്ടോ, കുഞ്ഞു ഹൃദയമൊക്കെയാണ്, ഒത്തിരി സംഗീതമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് വിജിലച്ച, നമുക്ക് അച്ഛൻ്റെ ഒരു സുന്ദരമായ ശബ്ദത്തിലൊരു നല്ലൊരു ഗാനം കേട്ട് നമുക്ക് ആരംഭിച്ചാലോ? ആരംഭിക്കാം. പുഴകൾ ഒഴുകുന്നതാർക്കു വേണ്ടി, പൂവുകൾ വിരിയുന്നതാർക്കു വേണ്ടി, മറുമരം കുയിലിൻ്റെ കൂജനം ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി, പുഴകൾ ഒഴുകുന്നതാർക്കു വേണ്ടി, പൂവുകൾ വിരിയുന്നതാർക്കു വേണ്ടി, ഇളങ്കാടിൻ മറുമരം കുയിലിൻ്റെ കൂജനം ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി, സർവം സൃഷ്ടിച്ച സർവേശ, സർവം ഭരിക്കുന്ന സകലേശ, നിനക്കായി മാത്രം, നിനക്കായി മാത്രം ഈ വിശ്വസംഗീതം നിനക്കു മാത്രം. പുഴകൾ ഒഴുകുന്നതാർക്കു വേണ്ടി, പൂവുകൾ വിരിയുന്നതാർക്കു വേണ്ടി, ഇളങ്കാടിൻ മർമ്മരം കുയിലിൻ്റെ കൂജനം ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ഈണവും എൻ്റെ രക്തപ്രവാഹങ്ങളും, എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ഈണവും എൻ്റെ രക്തപ്രവാഹങ്ങളും, എൻ്റെ ശ്വാസവും നിശ്വാസവും നിൻ വിശ്വവീണയിൽ രാഗമാകും. എൻ്റെ ശ്വാസവും നിശ്വാസവും നിൻ വിശ്വവീണയിൽ രാഗമാകും.
ആത്മാനുരാഗമായി നിറഞ്ഞൊഴുകും. സർവം സൃഷ്ടിച്ച സർവേശ, സർവം ഭരിക്കുന്ന സകലേശ, നിനക്കായി മാത്രം, നിനക്കായി മാത്രം ഈ വിശ്വസംഗീതം നിനക്കു മാത്രം. പുഴകൾ ഒഴുകുന്നതാർക്കു വേണ്ടി, പൂവുകൾ വിരിയുന്നതാർക്കു വേണ്ടി, ഇളങ്കാടിൻ മർമ്മരം കുയിലിൻ്റെ കൂജനം ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി. സർവം സൃഷ്ടിച്ച സർവേശ, സർവം ഭരിക്കുന്ന സകലേശ, നിനക്കായി മാത്രം, നിനക്കായി മാത്രം ഈ വിശ്വസംഗീതം നിനക്കു മാത്രം. ഈ വിശ്വസംഗീതം നിനക്കു മാത്രം. നല്ല സുന്ദരായിരുന്നു കേട്ടോ. ഈ വിശ്വസംഗീതം നിനക്ക് മാത്രം. എന്ത് ഡെപ്തുള്ള സൗണ്ടാ ശബ്ദം. താങ്ക് യു അച്ഛാ. അച്ഛൻ നോർബർട്ടൈൻ സഭാംഗമാണല്ലേ? അതെ. സഭയെ പറ്റി എനിക്ക് നിങ്ങളുടെ ഹാബിറ്റ് ഇതാണ്. ഞങ്ങളുടെ ഹാബിറ്റ് ഇത് മാർപ്പാപ്പ ലുക്കാണല്ലോ അല്ലേ? ഞങ്ങൾ ലിറ്റിൽ പോപ്സ് എന്നാണ് നോർബർട്ടൈൻസിനെ വിളിക്കുന്നത്. ലിറ്റിൽ പോപ്സ്. ലിറ്റിൽ പോപ്സ്. നോർബർട്ടൈൻ സഭയെ പറ്റി ഒന്ന് പറഞ്ഞേച്ചാ എന്നെങ്ങനെ നോർബർട്ടൈൻ നമുക്കറിയാലോ. നോർബർട്ടൈൻ സഭ 11-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ തുടങ്ങിയൊരു സഭയാണ്. വിശുദ്ധ നോർബർട്ടാണ് ഈ സഭയുടെ സ്ഥാപകൻ. അദ്ദേഹം ഒരു ആർച്ച് ബിഷപ്പായിരുന്നു മാഗ്ഡബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാണ് വിശുദ്ധ നോർബർട്ടിന്റെ ഒരു പ്രത്യേക. പിന്നെ കാരിസം കമ്മ്യൂണിയാണ്. സമൂഹമായിട്ട് ഒരേ ഹൃദയത്തോടെ, ഒരേ ഐക്യത്തോടെ, ഒരേ മനസ്സോടെ ജീവിക്കുക. വീട്ടിലാരൊക്കെയാണ്? എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ഞാൻ മൂത്തയാളാണ്. എനിക്ക് 2 സഹോദരന്മാരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടേ എന്നാണ് ദൈവവിളിയൊക്കെ തിരിച്ചറിഞ്ഞത്? ഞാൻ 4ാം ക്ലാസ് മുതലേ ഒരു അൾത്താരബാലനായിരുന്നു. അന്നേരം അന്ന് മുതലേ എൻ്റെ ഒരേ വികാരിച്ചൻ വിൻസെന്റ് കളപ്പുര എന്ന് പറഞ്ഞ ഒരു കൊച്ചനായിരുന്നു. 10ൽ ഞാൻ കുഞ്ഞോ സെയിന്റ് ആന്റണീസ് നിലവിൽപ്പുഴ CMIക്കാരുടെ ആശ്രമ ദേവാലയമായിരുന്നു. 4ാം ക്ലാസ് ഞങ്ങൾക്ക് പുഴയുടെ പാട്ടുകൾ തുടങ്ങിയത് നമ്മൾ. അതെ. എന്നിട്ട് അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അൾത്താര ശുശ്രൂഷയൊക്കെ ആയതുകൊണ്ട് അന്ന് മുതലേ ഇങ്ങനെ ഒരു അച്ഛനാകണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി അച്ഛന്മാരുണ്ട്, കിഴക്കരക്കാട്ട് കുടുംബത്തിൽ നിന്ന്. എൻ്റെ പപ്പയുടെ അനുജൻ അച്ഛനാണ് കമില്ല സഭയിൽ. പിന്നെ പപ്പയുടെ പെങ്ങന്മാർ 2 പേര് അവര് ഇങ്ങനെ ഈ ഒത്തിരി അച്ഛന്മാരുള്ള സിസ്റ്റേഴ്സും കുടുംബത്തിലുള്ളതുകൊണ്ട് എപ്പോഴും എല്ലാവരും വീട്ടിലിങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് പാട്ട് പാടുമായിരുന്നോ? പാട്ട് പാടത്തില്ലായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് എനിക്ക് ഈ പാട്ടിന്റെ പാരമ്പര്യം ലഭിക്കുന്നത്. അമ്മ വീട് പിന്നെ വല്യമ്മ വീട് കുഴികണ്ടത്തിൽ നിന്നാണ് ഈ പാട്ട് വരുന്നത്. അതെന്താണോ? അപ്പൊ അത് അവര് പാട്ട് ഫാമിലിയാണ്, കുഴികണ്ടക്കാർ. അപ്പൊ അതിൽ നിന്ന് അമ്മ പാടുമായിരുന്നു. മമ്മി പാടും. മമ്മി പള്ളിയിലെ കൊയറിലുണ്ടായിരുന്നു. എൻ്റെ മമ്മിയുടെ ഇളയ ആങ്ങള ഷാജിയങ്കിള് പാടുമായിരുന്നു. പിന്നെ എൻ്റെ കസിൻസ്, മമ്മിയുടെ മൂത്ത ആങ്ങളയുടെ 3 മക്കളും. അച്ഛനും സെമിനാരി വന്ന ഉടനെ കൊയറിലുണ്ട്. ഞാൻ സെമിനാരിയിൽ വന്നപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇയറിൽ എല്ലാവരും കൊണ്ട് ഇങ്ങനെ പാടിക്കുമല്ലോ, സെലക്ഷൻ. അപ്പം പാടിയപ്പോൾ ഞാൻ പാട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും പ്രാക്ടീസ് എടുക്കുന്നതും മമ്മിയും പിന്നെ ആൻറ്റിമാരും ഒക്കെ ഇങ്ങനെ പാപ്പനും ഒക്കെ കൊയറിൽ നിൽക്കുന്നതും അങ്കിളുമാരിങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടിങ്ങനെ ഇത് എപ്പോഴും റിഹേഴ്സൽ ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അപ്പം ഉള്ളിലൊരു പാട്ടുണ്ട് ഇങ്ങനെ തന്നെ. പിന്നെ സെമിനാരിയിൽ വന്നു, ആദ്യത്തെ ഇങ്ങനെ പാടിപ്പിച്ചപ്പം സെലക്ഷൻ കിട്ടി, കൊയറിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ച പ്രാക്ടീസിന് പോയുള്ളൂ, പിന്നെ അങ്ങോട്ട് പോയില്ല. സീനിയേഴ്സൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അതിനുശേഷം സെമിനാരിയിൽ നിന്ന് പാട്ടുകാരായിരുന്നവരെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ, ഞാൻ 3rd ഇയർ ആയിരുന്നു ഇപ്പോൾ സെമിനാരിയിൽ, എല്ലാവരും കൂടെ അങ്ങ് പോയി. പാടാൻ ആളില്ല. അപ്പോൾ ഒരു ബ്രദർ മാത്രം നന്നായിട്ട് പാടുന്നൊരു ബ്രദർ അവശേഷിച്ചു. അങ്ങനെ ആ വർഷത്തെ റെക്ടേഴ്സ് ഡേ വന്നു. അവർ എല്ലാവരും പോയത് ഒരു ഒക്ടോബർ മാസമായിരുന്നു, ബ്രദേഴ്സൊക്കെ ലീവ് ചെയ്ത്. അപ്പോൾ ആ നവംബർ മാസത്തിൽ റെക്ടേഴ്സ് ഡേയുടെ മത്സരം വന്നപ്പോൾ ഞാൻ മത്സരത്തിന് ചേർന്നു. അങ്ങനെ എൻ്റെ തന്നെ ബാച്ചുകാരൻ എപ്പോഴും ഫസ്റ്റും സെക്കൻഡും മേടിച്ചുകൊണ്ടിരുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു ബ്രദർ. പക്ഷെ ഫസ്റ്റ് മേടിക്കുന്ന വേറൊരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് തന്നെ ഫസ്റ്റ് കിട്ടി, എനിക്ക് സെക്കൻഡ് കിട്ടി, ആ ബ്രദറിന് 3rd ആയിപ്പോയി. അപ്പോൾ ഈ സേവാനിലെ സിസ്റ്റേഴ്സ് ആയിരുന്നു അന്ന് ജഡ്ജ്മെന്റ്. ഞാൻ അറിഞ്ഞില്ല എനിക്ക് പിന്നെ പ്രൈസ് ഉണ്ടെന്ന്. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രലേറ്റച്ചൻ എന്ന എൻ്റെ വൈസ് റെക്ടർ അച്ഛനായിരുന്നു. അപ്പം അച്ഛനിങ്ങനെ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ
പക്ഷെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വലിയ പാട്ടുകാരനൊക്കെ ആയെന്ന് കേട്ടല്ലോ, സമ്മാനം ഉണ്ടെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ ഏത് പാട്ടാ പാടി തന്നെ? ഞാനിന്ന് കാനായിലെ കല്യാണ നാളിൽ എന്നുള്ള പാട്ടായിരുന്നു. അടിപൊളി പാട്ടാണ്. രണ്ടുപേരും പാടിയല്ല നമുക്ക് പാടിയേക്കാം. അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും കനായിലെ കല്യാണം പാടി പോയാലോ? ദാസേട്ടന്റെ അല്ല, ഗംഭീര ഗാനമാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പം ഒത്തിരി വിവാഹത്തിന്റെ പാട്ടുണ്ടെങ്കിലും കാനായിലെ കല്യാണം കുർബാന ചെയ്യുന്ന സമയത്ത് പാടുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഭയങ്കര പാട്ടാണ് അത്. കാനായിലെ കല്യാണ നാളിൽ കലിഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണ നാളിൽ കലിഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമിന്ന്. മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കലിഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. നാളെ എത്രയല്ലേ ഈ പാട്ട് നട്ടും അല്ലേ? എന്ത് ഇത് പാടി ഫസ്റ്റ് അടിച്ചു, അത് പാടി അങ്ങ് ഫസ്റ്റ് അടിച്ചു. സഭാംഗമായി. എൻ്റെ ഒരു കുറെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. സജി, ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. സജി അച്ഛൻ, ജിജോ അച്ഛൻ, സുബീഷ് അച്ഛൻ. സുബീഷ് എന്നോടൊപ്പം സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു. ഞങ്ങളൊരു 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ 2 വർഷം ജൂൺ. ഇത് വർഷമായിരുന്നു. എൻ്റെ പട്ടം 2007 2007 പട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുട്ടനാട്ടിൽ പുളിങ്കുന്ന് ഫൊറോന പള്ളിയിൽ കൊച്ചച്ഛനായിട്ടാണ് പിന്നെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചത്. നിങ്ങളുടെ വലിയൊരു കോവേന്തയുടെ അടുത്താണ്. പുളിങ്കുന്ന് കോവേന്ത പഴയ ചാവറേച്ചൻ്റെ കോവേന്തയാണ്. അവിടെ ഞാൻ 1 വർഷം കൊച്ചച്ഛനായിട്ടുണ്ടായിരുന്നു. വലിയ ഇടവകയാണ്, 2000 വീട്ടുകാരുള്ള വലിയൊരു ഫൊറോന പള്ളി. അതിനുശേഷം ഞാൻ കർണാടകത്തിൽ ചിക്കമംഗ്ലൂർ നോബർട്ടൈൻസിനെയാണ് മാനന്തവാടി രൂപത അന്ന് ഏൽപ്പിച്ചിരുന്നത് 90 മുതൽ. അപ്പോഴവിടെ അവിടുത്തെ ഒരു അനുഭവം പറയാമോ? എങ്ങനെയുണ്ട് പാസ്റ്റൽ സമയത്തുള്ളൊരു അനുഭവം? ഞാൻ ഈ വലിയൊരു ഇടവകയിൽ നിന്നാണ്, ഈ അവിടെ എല്ലാം കൊച്ചടവകളാണ്. അപ്പോൾ ഈ 2000 വീട്ടുകാരിലൂടെ 28 വീട്ടുകാരിലൊരു ചെറിയ പള്ളിയിലേക്ക് 28 അങ്ങനെ അവിടെ കൊച്ചനായിട്ട് വികാരിയായിട്ട് പോകുന്നു. അവിടെ വികാരിയായിട്ട് പോകുന്നു. 1 വർഷമേ പുളുകുന്നിലുണ്ടായിരുന്നുള്ളൂ. അവിടെ നേരെ അങ്ങോട്ട് പോയി. പട്ടം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വികാരിയായി. അവിടെ വികാരിയായി. അപ്പോൾ ഈ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പതുക്കെ ഇങ്ങനെ ക്ലച്ച് പിടിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴതൊരു കാടിൻ്റെ ഒരു അടുത്തായിട്ടാണ് ഈ പള്ളി ഉള്ളത്. അപ്പോൾ കർണാടകത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡീക്കനുണ്ടായിരുന്നു. പുള്ളിയുടെ റൂം ഒരു ചില അപ്പുറത്താണ്, ഞാൻ ഇങ്ങേ അറ്റത്തും. അപ്പം ഞാൻ കിടന്നില്ല, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ്. അപ്പോഴുണ്ട് പള്ളിയുടെ മുൻപിൽ ഇങ്ങനെ ഒരു ബൈക്ക് കൊണ്ട് നിർത്തുന്നു. ഞാനടുത്ത് മെയിൻ റോഡാണല്ലോ, പിന്നെ വേറെ ആരും നമുക്ക് ഇടവക്കാരും ഇല്ല അടുത്ത്. അപ്പോൾ ഈ ബൈക്ക് കൊണ്ട് നിർത്തി അവരിങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ നോക്കുമ്പം അവിടെ ഒരു വീട് പണിയാനെങ്ങാണ്ട് കുറച്ച് വെട്ടുകല്ല് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെട്ടുകല്ല് റോട്ടിൽ എടുത്തിട്ടിട്ട് പൊട്ടിക്കുകയാണ്. അപ്പം എനിക്കെന്താ സംഭവം എന്ന് പിടുത്തം കിട്ടിയില്ല. ഉടനെ തന്നെ ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പം 2 പേര് പള്ളിയുടെ ഗേറ്റ് അങ്ങ് മലർക്കെ തുറന്നിട്ടു. എന്നിട്ട് ഈ കല്ലും കൊണ്ട് വന്നിട്ട് പള്ളിക്കിട്ട് എറിയാണ്. ഈ വെട്ടുകല്ല് പൊട്ടിച്ച് പള്ളിക്കിട്ട് എറിയാൻ വേണ്ടിയായിരുന്നു. പള്ളിയുടെ ആനവാതിലൊന്നും അത്ര വലിയ സുരക്ഷിതമൊന്നും അല്ലായിരുന്നു. അടുത്ത സ്റ്റെപ്പ് അവർ ആനവാതിൽ ചവിട്ടി തുറന്നു, ഉള്ളിൽ ചെന്നു, സക്രാരി എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം ഈ പിന്നെ അന്ന് നമ്മുടെ ബലിപീഠം മാത്രമല്ല, ആ ബലിപീഠത്തേന്ന് എല്ലാം വിരിയെല്ലാം കൂടെ വിശുദ്ധ കുർബാന ഇതാക്കില്ല, പിന്നെ സക്രാരി എടുത്ത് എറിഞ്ഞു. ഇത് തിരിയും ഗ്ലോബും പിന്നെ അങ്ങനെ എല്ലാം കൂടെ എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അവർ അതേപോലെ ഇറങ്ങി അങ്ങ് പോയി. അപ്പം ഞാൻ വേഗം റൂമിൻ്റെ ഉള്ളിൽ കയറി, ഞാൻ ഇടവക്കാരെ വിളിച്ചു, വേഗം വരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വന്നപ്പോഴത്തേക്കും ഇവർ ബൈക്കിന് കയറി പോയി. പക്ഷെ ഒരു കാര്യം ദൈവത്തിൻ്റെ പരിപാലനം ശ്രദ്ധിച്ചത്, ഞാൻ ഇടവക്കാർ വന്നപ്പോഴത്തേക്കും ഞാനും ഡീക്കനെ വിളിച്ചു. എനിക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഇവരുള്ളതുകൊണ്ട്. ആ ഒരു ഇടവക്കാർ വന്നപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഞാൻ ചെന്ന് നോക്കുമ്പം ഇവർ എറിഞ്ഞ പള്ളിയുടെയും മുഖവാരത്തിലൊരു ചില്ലിൻ്റെ കുരിശുണ്ടായിരുന്നു. എവിടെയും കല്ല് തൊട്ടിട്ടില്ല. സക്രാരി എടുത്തിട്ടെങ്കിലും അതിനൊന്നും പറ്റിയില്ല. ഈ ചില്ലിൻ്റെ ഗ്ലോബ് നിലത്തേക്ക് എറിഞ്ഞെങ്കിൽ അത് ഒരെണ്ണം പോലും പൊട്ടിയില്ല. അപ്പോൾ ഉടനെ തന്നെ പോലീസ് വന്നു. പിന്നെ പിറ്റേ ദിവസം മുതൽ കർണാടകത്തിലെ പിന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ അന്നുള്ള നേതാക്കന്മാരും ഒക്കെ പള്ളി സന്ദർശിച്ചു.
ഒത്തിരിയേറെ സപ്പോർട്ട്. പിന്നെ ഒരു NRB റീജിയനാണ്. അപ്പം ഞങ്ങളുടെ നോബട്ടൻ അച്ഛന്മാരെല്ലായിടത്തും ഉള്ളത്. എല്ലാ ഇടവകയിൽ നിന്നും ഇവിടെ വന്നു അതിനെതിരെ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു അനുഭവം തുടക്കത്തിലെ തന്നെ വലിയൊരു അനുഭവമായിരുന്നു അത്. ശരിക്കും വീട്ടിലറിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഒരു ദിവസം ഇങ്ങനെ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പോകുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അപ്പോഴാരുടെ അടുത്തും ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിജിലച്ചൻ്റെ പള്ളി കർണാടകത്തിൽ ആക്രമിച്ചെന്ന് ഇങ്ങനെ പത്രത്തിലുണ്ടല്ലോ. പപ്പ പത്രം വായിച്ചില്ലായിരുന്നു. അപ്പോൾ പപ്പ പെട്ടെന്ന് ഷോക്കായി. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ സ്വസ്ഥ പിറ്റേ ദിവസം ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ 2 ദിവസം താമസിച്ചു. പിന്നെ എൻ്റെ ഒരു കസിനെയും കൂട്ടി ഞാൻ തിരിച്ചു പോയി. പിന്നെ അവനോട് ഞാൻ അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പള്ളിയിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ റീജിയനിൽ വേറൊരു പള്ളിയിലോട്ട് സ്ഥലം മാറി. അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു പള്ളി താമസിക്കുന്ന ഒരു 2-3 സ്റ്റേഷൻ ഉണ്ടാവും. ഇപ്പം ഞായറാഴ്ച ഒരു 3 കുർബാന, ഇട ദിവസങ്ങളിൽ മെയിനായിട്ട് താമസിക്കും. കർണാടകയിൽ ഒത്തിരി ഹൗസുകളും ഞങ്ങൾക്ക് കർണാടകത്തിൽ ബാംഗ്ലൂരും ഈ ചിക്കമാംഗ്ലൂരും പിന്നെ മൈസൂരും ഒക്കെ ഞങ്ങൾക്ക് ഹൗസ് ഉണ്ട്. പാട്ടൊക്കെ അച്ഛൻ നമ്മൾ പാട്ടിന്റെ വിശേഷങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ? അപ്പൊ വീട്ടിലെല്ലാരും തന്നെ അമ്മയുടെ വീട്ടുകാരായിരുന്നു പാട്ടിലുള്ളത്. സെമിനാരി വന്നിട്ട് അവിടെ നമ്മൾ നിന്നുപോയി. പിന്നെ സെമിനാരി വന്ന് കാനയിലെ പാടി പാട്ടടിച്ചു. അച്ഛൻ പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് അതുവരെ അച്ഛൻ കൊയറിലില്ലായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ സിറ്റുവേഷൻ കൊയറിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഒരു ബാച്ചിൽ തന്നെ 25ഓളം പേരുണ്ട്. അപ്പോൾ അതിലും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 4-5 പേരെയാണ് മാക്സിമം സെലക്ട് ചെയ്യുക. 5ാമനായിട്ടൊക്കെ പോയി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോഷീറ്റൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇതുപോലെ തന്നെ ഒരാൾ പോയി. നല്ലൊരു പാട്ടുകാരനുണ്ടായിരുന്നു, പോയി. പകരം കയറി ഞാൻ. അങ്ങനെയാണ് കൊയറിലൊക്കെ കയറി. ഭയങ്കര കൊതിയായിരുന്നു അങ്ങനെ കൊയറിലൊക്കെ. അച്ഛൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യോ? ഞാൻ ഇൻസ്ട്രുമെന്റ്സ് വായിക്കത്തില്ല. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു സംഗീതം പഠിക്കാൻ ഈ ഫസ്റ്റ് ഇയറിൽ ഹാർമോണിയം പഠിപ്പിക്കുമായിരുന്നു. അന്ന് പിന്നെ ഇതിന്റെ ഈ ഉഴപ്പിന്റെ ഇതിലങ്ങനെ പുറകിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ. എന്നാലും പാട്ടിനോട് ഒത്തിരി താല്പര്യം. അനീഷ് അച്ഛനൊക്കെ, അനീഷ് കരുമാലു അച്ഛനൊക്കെ കൂടി അല്ലേ? അതെ അതെ അതെ. ഒത്തിരി പാട്ടുകാരുള്ള സഭയാണ് ഇപ്പോഴും. ഒത്തിരി പാട്ടുകാർ അച്ഛന്മാരൊക്കെ. നമുക്കൊരു നല്ലൊരു പാട്ട് അച്ഛാ ഇപ്പൊ മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാ? സണ്ണി സ്റ്റീഫൻ എന്ന് പറയുന്ന നമ്മുടെ വലിയൊരു സംഗീതജ്ഞനാണ് കേരളത്തിലെ. പുള്ളിനെ സണ്ണിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. സണ്ണിച്ചായൻ ഞാൻ ശരിക്കും പരിചയപ്പെട്ടത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അദ്ദേഹം അവിടെ ഒരു ധ്യാനം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഫ്രിക്കൻ മിഷനിലേക്ക് വരാൻ കണ്ടുട്ടോ. നമുക്ക് ഞാൻ സണ്ണിച്ചായനെ കണ്ടുമുട്ടിയൊരു കാര്യം പറയാം. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഈ പാട്ടിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീണ്ടും ഒന്ന് ഒരു ശ്രദ്ധ പിന്നെ വെച്ചത്. സണ്ണിച്ചായൻ അവിടെ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുള്ളിയെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവിടുത്തെ ഇടവകക്കാർക്ക്, മലയാളികൾക്ക് ധ്യാനം കൊടുക്കാനായിട്ട് പുള്ളി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള തിരുനാമകീർത്തനം തന്നാലും അത് ആത്മാവിനാഴങ്ങളിലൊക്കെ പിന്നെ നമുക്ക് തന്ന ഒരു വലിയൊരു സംഗീതജ്ഞനാണ്. അങ്ങനെ സണ്ണിച്ചായനുമായിട്ടുള്ള ഒരു വലിയ സൗഹൃദം അന്ന് തുടങ്ങി. ഞാൻ കേരളത്തിൽ തിരിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2018 വന്നപ്പോൾ സണ്ണിച്ചായൻ ഇങ്ങനെ അങ്കമാലിയിൽ ഒരു സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ചെയ്യാൻ വരും. അപ്പോൾ എന്നെ റെക്കോർഡിങ്ങുകൾക്കൊക്കെ എന്നെ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പോയി റെക്കോർഡിങ് കേൾക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയൊരു സ്പേസ് ആരും ഇല്ലാത്തപ്പോൾ കിട്ടിയപ്പോൾ പറഞ്ഞു അച്ഛൻ സ്റ്റുഡിയോയിൽ പാടി പഠിക്കണം, അപ്പോൾ ഞാൻ കുറച്ച് ട്രെയിനിങ് തരാം എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് പിന്നെ ചെറിയ പാട്ടുകളൊക്കെ അവിടെ നിന്ന് പാടിപ്പിച്ച് ഇങ്ങനെ തന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ തന്നെ ഒരു രചനയിലും സംഗീതത്തിലുള്ളൊരു പാട്ട് അച്ഛൻ പിന്നെ പാടണം. അങ്ങനെ എന്നെ കോട്ടയത്തിന് ഏറ്റുമാനൂരിന് അദ്ദേഹം വിളിച്ചു. അവിടെ അദ്ദേഹം പിന്നെ എന്നെ തലേദിവസവും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് പാട്ട് പഠിപ്പിച്ച് DDM സ്റ്റുഡിയോയിൽ കോട്ടയത്ത് കൊണ്ടുപോയി അദ്ദേഹം എന്നെ പാടിപ്പിച്ചു. 5 മണിക്കൂർ നീണ്ട പാട്ടായിരുന്നു അദ്ദേഹത്തിന്. കാരണം സണ്ണിച്ചായൻ്റെ ഒരു ആ പാട്ട് നമുക്ക് പാടാൻ പറ്റും. വരുന്നു ദിവ്യകാരുണ്യമായി മുന്നിൽ, പുതിയൊരാകാശവും ഭൂമിയും കണ്ടു, ജീവിതമാകെയും കുളിരണിഞ്ഞു. ജീവന്റെ നാഥൻ വരുന്നു ദിവ്യകാരുണ്യമായി മുന്നിൽ, പുതിയൊരാകാശവും ഭൂമിയും കണ്ടു, ജീവിതമാകെയും കുളിരണിഞ്ഞു.
സണ്ണിച്ചായൻ ഇങ്ങനെ പാടിപ്പിക്കും പറയും കുളിരണിഞ്ഞു എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ. അതെ അതെ, മറ്റേ ഒരു പാട്ടില് തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് ആരാധന 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 ആരാധന. ഒത്തിരി ഹിറ്റ്സ് സണ്ണി സ്റ്റീഫൻ സാറിന്റെ കുറച്ച് ഹിറ്റുകൾ പറഞ്ഞേ, നമുക്ക് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സണ്ണിച്ചായന്റെ ഹിറ്റുകളിൽ പിന്നെ നമ്മള് ഓർത്തിരിക്കുന്നത് തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ തന്നാലും നാഥ, പിന്നെ ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തൊരാനന്ദം. സുന്ദരാണല്ലേ പാട്ട്, മനോഹരമായ ഗാനമാണ്. അച്ഛൻ നമുക്കിനി അച്ഛൻ്റെ ആഫ്രിക്കൻ മിഷനറി പ്രവർത്തനങ്ങളെ പറ്റി പറയാനുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാം അല്ലേ? ഒരു അച്ഛന് ഇഷ്ടപ്പെട്ടൊരു ആഫ്രിക്കൻ പാട്ട്. എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് പ്രിയമുള്ളവരെ നമ്മുടെ വിജിൽ അച്ഛനുമായിട്ടുള്ള പാട്ട് വിശേഷങ്ങളായിരുന്നു. അച്ഛൻ്റെ സുന്ദരമായ പാട്ടുകൾ, വിശേഷങ്ങൾ നോക്കി ഇരിപ്പ് തന്നെ. എനിക്ക് തോന്നണല്ലേ പെട്ടെന്ന് എനിക്ക് താടി ഉണ്ടെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒക്കെ ഒരു ഓർമ്മയാവുന്നത്. നല്ല ഫീൽ. നമുക്ക് കൂടുതൽ ആഫ്രിക്കൻ വിശേഷങ്ങൾ തന്നെ, സൗത്ത് ആഫ്രിക്കയിലുള്ള വിശേഷങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ആ വിശേഷങ്ങൾ മുഴുവൻ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും കേൾക്കുക. ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പക്ഷേ ഈ എപ്പിസോഡ് തീരുന്നത് പ്രിയപ്പെട്ട വിജിലച്ചൻ്റെ ഒരു സുന്ദരമായ ആഫ്രിക്കൻ ഗാനം. അർത്ഥമൊന്നും ചോദിച്ചേക്കരുതല്ലേ? അതെ, പിന്നെ വളരെ ലോങ് ആയിട്ടുള്ളൊരു ഒന്നുമല്ല, ഒരു ലൈൻ. അതായത് ഞാൻ ആഫ്രിക്കൻ വിശേഷങ്ങളെ കുറിച്ച് പിന്നെ അടുത്ത് പറയാം. ഈ പാട്ട് വളരെ ചെറുതാണ്. അതായത് സുവിശേഷത്തിന് മുൻപ് നമ്മൾ ഹല്ലേലൂയ പാടുമല്ലോ, ഡാൻസ് ഒക്കെ ചെയ്താണല്ലോ അല്ലേ? ഭയങ്കര മനോഹരമാണ് അവരുടെ ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ അവർ ഈ സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് പാടുന്ന ഒരു ഒറ്റ വരിയുള്ളത്. ചുമ്മാ ഒന്ന് പഠിക്കാം, നമുക്ക് അതിൻ്റെ ഋതുവൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കാൻ. എന്നിട്ട് ഞാലീലീസി ആലീലീസി ആലീലീസി ഇൻ ഒന്നുകൂടെ ഒരു നിമിഷം. അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് അതിന്റെ ആ മറ്റേ അടി കിട്ടുക. നേരത്തെ ഒരു സാധനം ഇട്ടില്ലായിരുന്നു, ഒരു ആഫ്രിക്കൻ സാധനം, ഒരു ഹൃദയം ഇട്ടില്ലായിരുന്നു. ഇൻകോസി. ഓക്കെ, കിട്ടി. ഞാലീലീസി 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 രയിൻ കോസി. അത് ഒരു സൗണ്ടോടെ തുടങ്ങുന്നത്. ഞാലീലീസി 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 ഇൻ കോസി ലീലീസി ഞാലീലീസി ഞാലീലീസി ഇൻ കോസി. ഞാലീലീസി ഞാലീലീസി ഇൻ കോസി. ഞാലീലീസി 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 ഇൻ കോസി. ഞാലീലീസി 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 ഇൻ കോസി. ഞാലീലീസി 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 ഇൻ കോസി.